വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന, എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഉണ്ടായത്. അത് എന്തിനാണ് ഈ ഇത്രയും ആളുകൾ അവിടെ കൂടിയത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് ഈ RCBക്ക് കിരീടം കിട്ടി, IPL കിരീടം കിട്ടി. 18 വർഷം കാത്തിരുന്നാണ് അവർക്ക് കിട്ടിയത്. 18 വർഷം നന്നായിട്ട്, ബാക്കിയുള്ള വർഷങ്ങൾ നന്നായിട്ട് കളിക്കാതിരുന്നത് കൊണ്ട് ഇത് കിട്ടിയില്ല. ഇപ്പോൾ താരങ്ങൾ ഞാൻ ഓർക്കാതെ പറഞ്ഞു പോകുന്നതാണ്. താരങ്ങൾ ഏതായാലും നന്നായിട്ട് കളിച്ചു, അവർ ജയിച്ചു. നല്ല മത്സരവുമായിരുന്നു കേട്ടോ. പഞ്ചാബ് കിങ്സും RCBയും തമ്മിലുള്ള മത്സരം ഞാനും മുഴുവൻ കണ്ടു. മറ്റ് മത്സരങ്ങളൊന്നും ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ മുഴുവനും കണ്ടു. കാരണം അത് അത്രത്തോളം വാശിയേറിയ മത്സരമായിരുന്നു. പിന്നെ RCB ആര് ജയിച്ചാലും പുതിയതായിട്ട് ഒരു ജയം ഉണ്ടാകുകയാണ്, രണ്ട് കൂട്ടരായാലും. അതുകൊണ്ട് അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് കണ്ടതാണ്. നമ്മൾ നോക്കേണ്ട ഈ ക്രിക്കറ്റ് താരങ്ങൾ എന്നും പറഞ്ഞ് നമ്മൾ അവരുടെയൊക്കെ പുറകെ നടക്കേണ്ട കാര്യം എന്താണ് ഈ ജനങ്ങൾ? എനിക്ക് മനസ്സിലായില്ല. ഇവരെന്ത് ചെയ്തിട്ടാണ്? ഇവരൊരു പന്തെടുത്തെറിയുന്നു, ഒരാളൊരു മടലും വെച്ച് നിന്ന് അടിക്കുന്നു. ഇതാണല്ലോ കാര്യം. ഇനി അത് ഇവിടെ അങ്ങനെ പിച്ച് ചെയ്തു, മറ്റേത് അങ്ങനെ ചെയ്തു, ഇതിൻ്റെ സീം പൊസിഷൻ ഇന്നതാണ് എന്നൊക്കെ ഇരുന്ന് കമൻറ്റേറ്റേഴ്സ് മൊത്തം ഇരുന്ന് അടിച്ചു നോക്കും. കമൻറ്റേറ്റേഴ്സൊക്കെ ഇതുപോലുള്ള താരങ്ങളാണ്, ആയിരുന്നു ഒരു കാലത്ത്, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് ഇരുന്നങ്ങോട്ട് പറയും. അതിൽ ആകർഷകരായിട്ട് നമ്മൾ കാണും. ഞാൻ പണ്ട് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെ പോയി കളി കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിതങ്ങ് നിർത്തി. കാരണം എന്താണെന്നറിയോ? അവിടെ ചെന്നാൽ നമുക്ക് പേടിയാവും. നമുക്ക് VIP ഗാലറിയിലായി, VIP ബോക്സിലായി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ അനിയന്ത്രിതമായ ഈ തിരക്കും ബഹളവും കാണുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പോയിട്ടില്ല, നിർത്തി. വെറുതെ എനിക്ക് പാസ് കൊണ്ടുതരും, പക്ഷേ ഞാൻ പോകാറില്ല. ഇപ്പോൾ പാസും തരാറില്ല, കാരണം ഇത് പോകാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും ഇവർക്ക് നമ്മൾ ഇത്രയും വില കൊടുക്കുന്നത് എന്തിനാണ്? സിനിമാ താരങ്ങൾക്ക് പോലും ഇല്ലാത്ത പ്രാമുഖ്യമാണ് നമ്മൾ ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് കൊടുക്കുന്നത്. എല്ലാം താരമാണല്ലോ. താരം എന്ന് പറഞ്ഞാൽ നക്ഷത്രം. നമ്മൾ ഓരോരുത്തരും ഈ താരമെന്ന് വിളിക്കുന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സാധാരണ മനുഷ്യരല്ലേ ഇവർ. ഇതിലുമൊക്കെ എത്രയോ വലിയ വേറെ വിധത്തിലും മറ്റ് ഗെയിംസിലും അതിലുമൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത പ്രാധാന്യമാണ് ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ അടുത്ത കാലമല്ല, കഴിഞ്ഞ ഒരു ഇന്ത്യക്ക് ഈ കപ്പൊക്കെ കിട്ടി, പ്രൂഡൻഷ്യൽ കപ്പ് കിട്ടിയതിന് ശേഷമാണ് ഇത്രത്തോളം ഇതിൻ്റെ പേരും ഒക്കെ ഉണ്ടായത്. ഇനി ഇത് ഞാൻ പറയാൻ വരുന്നത് എന്തെന്നറിയോ? ഇവിടെ ആർക്കാണ് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം? 11 പേരാണ് അതിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 11 പേരുടെയാണ്, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ കേട്ടോ. ഇതെല്ലാവരും വന്നു. എന്തിന് വന്നു? ഇവരെ ഒരു നോക്ക് കാണാൻ. ഇവരെ വിക്ടറി ലാപ്പ് ഇവർ നടത്തും. ഇവർ ഇതും എടുത്ത് ട്രോഫി എടുത്ത് തലയിൽ വെച്ചോണ്ട് ഇങ്ങനെ ബാക്കി എല്ലാവരും കുടിക്കുന്ന നടക്കും. അപ്പോൾ ഇത് എനിക്കും ഇഷ്ടമുള്ള കളിക്കാരുണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പണ്ട് സുനിൽ ഗവാസ്കറെ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ വിശ്വനാഥ്, എൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു. കപിൽ ദേവ്, ഈ 3 പേരെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ പീരീഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ടെണ്ടുൽക്കറെ പിന്നെ ഉള്ളത്. എനിക്ക് ടെണ്ടുൽക്കറെ വളരെ ഇഷ്ടമായിരുന്നു. അതും കഴിഞ്ഞ് ടെണ്ടുൽക്കറും പോയി. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇഷ്ടമുള്ളത് പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി. അപ്പം ധോണിയും ഏതാണ്ട് പോയല്ലോ, ഔട്ടായി. അപ്പോൾ അതുകൊണ്ട് ധോണിയുടെയും കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ 2 പ്ലെയേഴ്സിനെയാണ് ഞാൻ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒന്ന് നമ്മുടെ വിരാട് കോഹ്ലി, അപ്പോൾ അതേപോലെ തന്നെ രോഹിത് ശർമ്മ. ഈ 2 പേരെയാണ്. രോഹിത് ശർമ്മയുടെയൊക്കെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഇഷ്ടം എനിക്ക് കാണാൻ. അതുപോലെ തന്നെ കോഹ്ലിയുടേതും. ഇത്ര എന്തൂസിയാസ്റ്റിക്കായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ നമുക്ക് വേറെ കാണാൻ കിട്ടത്തില്ല. കാരണം അത് എടുത്താലും ശരി, അത്രത്തോളം ഒരു 100% ഓരോ മാച്ചിനും കോഹ്ലിയൊക്കെ കൊടുക്കുന്നത്. കോഹ്ലിയൊന്നും ആരെയും തോൽപ്പിക്കാനും നിൽക്കത്തൊന്നുമില്ല, ഏതെങ്കിലും വിധത്തിൽ അടിച്ചെടുക്കും. ഇപ്പോൾ ഇവിടെ ഈ മത്സരത്തിലും കോഹ്ലി നന്നായിട്ട് കളിച്ചു. പക്ഷേ ഈ ഇഷ്ടമുള്ള കോഹ്ലിയോടൊന്നും ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതായി. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഇവരെ പെരുമാറ്റം കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ കൂടാൻ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഓരോ ജനക്കൂട്ടം ഇങ്ങ് വരികയാണ്. 35,000 പേര് വരേണ്ട മാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിൽ 3.5 ലക്ഷം പേര് വന്നെന്നുള്ളതാണ്. അപ്പോൾ പോലീസിന് ഇതൊന്നും തടയാനൊന്നും പറ്റില്ല.
ഇങ്ങനെ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ജനസാഗരമാണ് അവിടെ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോരെങ്കിൽ ഇവർക്ക് വേണ്ട മറ്റ് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ആളുകളില്ല. ഇതെല്ലാം ചെറുപ്പക്കാരല്ലേ വരുന്നവരെല്ലാം, നല്ല ആരോഗ്യവും ഒക്കെ ബലമൊക്കെ ഉള്ളവരാണ്. ഇങ്ങനെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഒരു ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ ചിന്നസ്വാമി സ്റ്റേഡിയം, ഞാൻ പോയിട്ടുള്ള സ്റ്റേഡിയമാണ്, അതിൻ്റെ മുമ്പിൽ ഉള്ള ഒരു ഗേറ്റിൽ 7 നമ്പർ ഗേറ്റോ മറ്റോ ആണ്, 3 7 7ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു സ്ലാബ്, ഓടയുടെ മേളിലുള്ള സ്ലാബ് അങ്ങ് ഒടിഞ്ഞു. കാരണം ഒരു സ്ലാബിന് താങ്ങാൻ പറ്റാത്ത ആളുകൾ കയറിയിട്ടാണ് ഞെരുങ്ങി നിൽക്കല്ലേ, ഒടിഞ്ഞു. കുറേ പേര് വീണു, അതിൻ്റെ മേളിലോട്ട് ആൾ വീണു. അങ്ങനെ വലിയ ഉന്തും തള്ളും ഉണ്ടായി. 11 പേരാണ് മരിച്ചത്. ഏതാണ്ട് 48 പേർക്ക് പരിക്ക് പറ്റി. അത് ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകളും ഉണ്ട് ഇപ്പോൾ. എന്നാലും അവരുടെ ജീവന് ഭീഷണിയില്ല എന്ന് പറയപ്പെടുന്നു, എനിക്കറിയില്ല. ഇനി ഇത് അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തുവാ, RCB ഞങ്ങൾക്കറിഞ്ഞൂടാ കേട്ടോ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവർക്കറിയത്തില്ല എന്താ സംഭവം എന്ന്. അതുപോലെ IPL ഞങ്ങൾക്കറിയത്തില്ല എന്തുവാന്ന്. BCCI അവർക്കും അറിഞ്ഞൂടാ എന്താ സംഭവം ഉണ്ടായത്, എങ്ങനെ കാരണമെന്ന് അറിഞ്ഞൂടാ. അതേപോലെ ബാംഗ്ലൂർ ക്രിക്കറ്റ് അസോസിയേഷൻ അവർക്കും അറിയത്തില്ല. പിന്നെന്താ ഇതിനകത്ത് സംഭവിച്ചേ? ഇവർക്ക് വിധാൻസഭയിൽ വിധാൻ സൗധയിൽ കൊണ്ടുപോയിട്ട് ആദ്യം ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തീർത്തിട്ട് ഇവരിഞ്ഞ് വന്നു. ഏതായാലും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ അപകടം നടന്നു കഴിഞ്ഞു. ഇത്രയും പേര് കൊല്ലപ്പെട്ടു, വളരെ വലിയ കാഷ്വാലിറ്റി ഉണ്ടായി അറിഞ്ഞിട്ടും ഈ താരങ്ങളുണ്ടല്ലോ, യവന്മാരെല്ലാം കൂടെ നേരെ ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു. അവരെ വിക്ടറി റാപ്പും അതും കുന്തം കുടയൊക്കെ നടത്തി. DK ശിവകുമാർ ഉണ്ടല്ലോ, അവിടുത്തെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇവരുടെ കൂടെ വന്ന് നിന്നു. ഫോട്ടോ എടുക്കണ്ടേ ഇവരെ കൂടെ? ക്രിക്കറ്റ് താരങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? ജീവന് തുല്യമല്ലേ. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങ് വന്നു. ഏതായാലും ഈ സംഭവം കഴിഞ്ഞിട്ട്, ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിന് ശേഷമാണെന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർ വിക്ടറി ലാപ്പും ഒക്കെ നടത്തി, കപ്പും ഒക്കെ എടുത്ത് തലയെ വെച്ചു, എല്ലാവരെയും കാണിച്ചു. ഓരോരുത്തർക്ക് ഫ്ലൈയിങ് കിസ്സൊക്കെ ഇരുന്ന് കൊടുക്കുന്നു. വിരാട് കോഹ്ലിയും ഭാര്യയും ഇതെല്ലാം നമ്മളെ കാണിച്ചിട്ടുണ്ട് മുഴുവൻ. എനിക്ക് ഇവരുടെ അടുത്തുനിന്ന് യാതൊരു റെസ്പെക്റ്റും ഇല്ലാതായി, ഒരു താല്പര്യവും ഇനി ഇല്ലാതായി. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം? ഇത്രയും പേര് കൊല്ലപ്പെട്ടതിന് ശേഷവും ഇവിടെ നടത്തിയ അവരുടെ വിജയാഹ്ലാദമാണ് അത്. അപ്പോഴും നിർത്തി വീട്ടിൽ പോണ്ടേനെ ഇവനൊക്കെ. ഇതിനകത്ത് ഗവൺമെന്റിന് കാരണം പോലീസിന് ഇത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്ന വിധത്തിലായിരുന്നില്ല. കാരണം പോലീസിന് നേരത്തെ എന്നാൽ ഞായറാഴ്ച ഇതാക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകത്തില്ല. കാരണം നേരത്തെ ഇവർക്ക് എല്ലാം പോലീസിന് എല്ലാ അറേഞ്ച്മെന്റും ഒക്കെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ നടന്നില്ല. അതിന്റെ കാരണം എന്താണ്? കാരണം ഇവർക്ക് വാശി. കാരണം ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് അങ്ങ് ആറി തണുത്തു പോകും. പിന്നെ ഇപ്പം അതിന് പറയുന്ന കാരണം എന്താ? വിദേശ താരങ്ങൾക്കൊക്കെ അവർക്ക് നാട്ടിൽ പോകണം, കാരണം താമസിച്ചു പോയി. മറ്റ് സ്റ്റേറ്റിലെ താരങ്ങളും ഉണ്ട്, അവർക്കൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ പോകണം. കാരണം ഇതിൻ്റെ താമസം വന്നുപോയി. IPL ഇപ്രാവശ്യം താമസിച്ചല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് താമസിച്ചു പോയി. ഇപ്പം എന്താ ഇവർക്ക് ഓരോ ഇത് എത്ര കോടികളാണ് അറിയുന്നതെന്ന് നോക്ക്. 2023 IPLൻ്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 11,700 കോടി രൂപ കേട്ടോ എന്തോ ആണ് ഈ BCCIക്ക് ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം. IPL കിട്ടിയ വരുമാനം. പക്ഷേ അതിന് എത്ര രൂപയുടെ ടാക്സ് കൊടുക്കണം? 40% ടാക്സാണ്. പക്ഷേ ഇവർക്ക് പ്രശ്നമില്ല. കാര്യം എന്താ പറയുക? ഇവർക്ക് ടാക്സ് കൊടുക്കണ്ട. എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവന്മാരും ഓരോ സ്റ്റേറ്റ് അസോസിയേഷനിലും അതേപോലെ തന്നെ BCCIയിലും ഒക്കെ ഓരോരുത്തന്മാരും ഒന്നുമില്ലാതെ പിൻവാതിലിൽ കൂടെ വലന്ന് കയറി അങ്ങ് വരും. അവനൊക്കെ വലിയ ശതകോടീശ്വരന്മാരായിട്ടാണ് മാറുന്നത്. പണം തട്ടിപ്പൊന്നുമില്ല, നേരെ അങ്ങ് എടുത്താൽ മതി. തട്ടിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. ഇതാണ് കാര്യം. ഇപ്പം എന്താ, ഈ IPL ജയിച്ച ടീമിന് 20 കോടി രൂപ സമ്മാനം കേട്ടോ. ഇത് RCB അല്പമെങ്കിലും മാന്യതയും മര്യാദയും ഉണ്ടെങ്കിൽ, നന്ദി ഉണ്ടെങ്കിൽ, മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പണം ഈ കൊല്ലപ്പെട്ടവർക്കും ഈ പരിക്കേറ്റ് കിടക്കുന്നവർക്കുമായിട്ട് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ഈ കൈയെഴുതുന്ന BCCI ഒക്കെ ഉണ്ടല്ലോ, ഇവന്മാരെ ഒന്നും ഇതിന് പെർമിറ്റ് ചെയ്യരുത്. അത് മാത്രമല്ല, അതേപോലെ സ്റ്റേറ്റ് അസോസിയേഷൻ, ബാംഗ്ലൂർ അസോസിയേഷൻ, അവർക്കൊന്നും കൈയെഴുതാനുള്ള യോഗ്യതയില്ല. കാരണം എന്താ, എത്രയും പെട്ടെന്ന് വേണമെന്നും പറഞ്ഞ് ഈ ആളുകളെ എല്ലാം കൂടെ പരസ്യം കൊടുത്ത് വിളിച്ചു വരുത്തിയ അവരാണ്. ആ പരസ്യം കൊടുത്ത് വിളിച്ചു വരുത്തിയപ്പോൾ ഇവർക്കൊരു മര്യാദയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന് വീഴ്ച.
ഗുരുതരമായ വീഴ്ചയുണ്ട്. ഇത് പെർമിറ്റ് ചെയ്ത് വരുന്നത് ഇപ്പൊ പറ്റത്തില്ല. ഒരു 3 ദിവസം കഴിഞ്ഞുള്ള പണിയാണെങ്കിൽ നിങ്ങൾ വന്നോളൂ, തീർന്നു. അതിന് പകരം ഇത്രയും പെട്ടെന്ന് ആറിപ്പോവും, ഇല്ലെങ്കിൽ അങ്ങ് തണുത്തു പോകും. വലിയ കഷ്ടമല്ലേ അവനെയൊക്കെ പൊക്കിയെടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് നടന്നില്ലെങ്കിൽ. എന്തോ കാര്യം? കുറെ കളിക്കാര് ഏതൊക്കെ ഇവരൊക്കെ വളരെ മര്യാദയില്ലാതെ പെരുമാറുന്നവരാണ്. ഇതെല്ലാം ഈ പണം മുഴുവൻ കൊടുക്കണം. ഇവിടെ വെച്ചാൽ എനിക്കൊരു ഓർമ്മ വരുന്നത്, അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പ 2. എനിക്ക് എന്നെ വളരെ പ്രിയപ്പെട്ട നടനാണ് അല്ലു അർജുൻ. എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണും. ആ പുഷ്പ 2 വന്നു. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഉന്തും തള്ളും ഉണ്ടായി. അവിടെ അതിൽപ്പെട്ട് ഒരാൾ മരിച്ചു. അവസാനം ഈ അല്ലു അർജുനുണ്ടല്ലോ, അദ്ദേഹം ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അതേപോലെ തന്നെ 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വന്നു. അതാ ഞാൻ പറഞ്ഞേ, അവിടെ ഒരാളേ ഉള്ളൂ. ഇവിടെ 11 പേരില്ലേ, 48 പേര് പരിക്കേറ്റവരില്ലേ. ഈ 20 കോടി രൂപ എന്ന് പറയുന്ന ഒന്നുമല്ല, അതങ്ങ് കൊടുക്കണം. ഇവനൊക്കെ വേറെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ശരിക്കും കിട്ടുമല്ലോ. താരങ്ങളല്ലേ, താരങ്ങൾ, നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളോടുള്ള ഈ ബഹുമാനം, ഈ സ്നേഹവും ആദരവും ഒക്കെ നമ്മളങ്ങ് കളയണം കേട്ടോ. ഇവർ സാധാരണക്കാരാണ് എന്ന് നമ്മൾ കരുതണം. അങ്ങനെ കരുതാൻ എനിക്ക് പറ്റത്തില്ല. കാരണം മനുഷ്യത്വമില്ലാത്തവരാണ്. കാരണം ഈ ദുരന്തം ഉണ്ടായതിന് ശേഷവും അവിടെ വിജയാഹ്ലാദം നടത്തിയതിന് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ